ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മ പ്രകാശനോട് ചോദിക്കുകയാണ്, ഇനി താൻ എത്ര കെട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്? എന്തായാലും താൻ ഉദ്ദേശിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയും കേട്ടോ. ഇത് കേട്ട് കാർത്തിക പറയാണ്, നിങ്ങൾ ആരെയൊക്കെ പറഞ്ഞു കേട്ടിട്ട് എൻ്റെ അമ്മയുമായിട്ടുള്ള വിവാഹം നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മനഃപൂർവ്വം വന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അച്ഛനും എൻ്റെ അമ്മയും തമ്മിലുള്ള വിവാഹം നടക്കും, അതിലൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ കൂട്ടിക്കൊണ്ട് പോകും കേട്ടോ. എന്നിട്ട് കാറിൻ്റെ അവിടെ എത്തുമ്പോൾ പ്രകാശനോട് ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനാ അവർ പറയുന്നതൊക്കെ കേട്ടിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സംശയം തോന്നുന്നത്. അങ്ങനെ കള്ളത്തരമൊക്കെ ഉള്ളപ്പോഴാണല്ലോ നമുക്ക് ഇതൊന്നും മിണ്ടാൻ പറ്റാത്തത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാർത്തിക പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ പ്രകാശം പറയുകയാണ്, മോളും എന്നെ സംശയിക്കുകയാണോ? അങ്ങനെയൊന്നും ഇല്ല. വണ്ടി കയറി കഴിയുമ്പോൾ തന്നെ പ്രകാശം പറയുക, കാലക്കേട് അല്ലാതെ എന്ത് പറയാനാ, എനിക്ക് എത്രയും പെട്ടെന്ന് മോളുടെ അമ്മേനെ ഒന്ന് കാണണമെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ കാർത്തിക പറയുകയാണ്, കണ്ടു കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടത്താതിരിക്കാൻ പറ്റുമോ? നടത്താൻ പറ്റുന്നൊരവസ്ഥയിലല്ല അവർ കേസ് കൊടുത്തു വെച്ചേക്കുന്നത്. അച്ഛനെ ആരെ വിവാഹം കഴിച്ചാലും അപ്പം തന്നെ അറസ്റ്റും പിന്നെ ആ കൂടെ കോടതിയിലോട്ടും പോകേണ്ടി വരും. അങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും വിക്രവും മുത്തശ്ശിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിനോട് ഭാനുമതി അമ്മ പറയുകയാണ്, ഇനി കല്യാണം നടക്കൂടാ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാം, ഇപ്പം നമുക്ക് ആവശ്യത്തിലേറെ ക്യാഷുണ്ട്, പിന്നെ ഒന്നിനും മടിക്കാത്ത കുറേ കൂട്ടുകാരും എനിക്കുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയുക കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അമ്മൂമ്മയ്ക്ക് ആകെ ടെൻഷനാവുക. പറയുക, എടാ നീ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോയേക്കരുത്, ഇനിയും ജയിലിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണോ നീ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നേ? നീ ഇപ്പം വലിയൊരു കമ്പനിയുടെ മുതലാളിയാണ്, ആ ബോധമൊക്കെ നിനക്ക് വേണം എന്നൊക്കെ പറയുക കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കാർത്തികയും പ്രകാശനും കൂടെ വീട്ടിൽ വരുവാണ്. പ്രകാശനെ കാണുമ്പോഴേക്കും അമ്മയ്ക്കാകെ വിഷമമാവുകയാണ് കേട്ടോ. ഭാനുമതിയമ്മ പറയുന്നുണ്ട്, മോനെ നിനക്ക് എന്നാ പറ്റിയടാ, പോലീസുകാരെ അടിച്ചോന്ന് ചോദിക്കുമ്പോൾ പ്രകാശം പറയുകയാണ്, അടിവയറ്റിനോട്ട് നോക്കിയാൽ തന്നെ കിഡ്നി ഉണ്ടോ എന്ന് ഇനി ചെന്ന് നോക്കിയാൽ അറിയാം എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും കാർത്തിക പറയാം, ഇന്ന് കല്യാണം നടക്കാൻ നേരത്ത് തന്നെ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ അതാരാന്ന് എനിക്ക് ശരിക്കും അറിയാം, എന്തായാലും അവർ വിചാരിക്കുന്നൊന്നും നടക്കാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് കാർത്തിക അവിടെ നിന്ന് പോവുക കേട്ടോ. കാർത്തിക പോയി കഴിയുമ്പോഴേക്കും വിക്രം പ്രകാശനോട് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ ഈ കേൾക്കുന്നത്? അച്ഛൻ എൻ്റെ അമ്മയെ കിട്ടുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും കെട്ടിയായിരുന്നോ? ഉള്ളതാണോ? ഇനിയെങ്കിലും സത്യം പറ എന്ന് പറയും കേട്ടോ. അപ്പം പ്രകാശൻ ഇങ്ങനെ ഭാനുമതി അമ്മേനെ നോക്കുവാണ്. അപ്പോൾ ഭാനുമതി അമ്മ പറയുകയാണ്, എടാ അങ്ങനെ ഒരു പറ്റിപ്പോയി, നിൻ്റെ അമ്മയെക്കാളും കൊള്ളത്തില്ലാത്തൊരു ജാതിയായിരുന്നു അവൾ, എന്ത് പറയാനാടാ, അവിടുന്ന് ഒരു കണക്കിന് ഞങ്ങൾ ഓടിപ്പോന്നതാ എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ആദ്യം വിക്രത്തിനൊരു ഷോക്കാവുകയാണ്. ഇവർ സംസാരിക്കുന്നതെല്ലാം മാറി നിന്ന് കാർത്തിക കേൾക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കാർത്തികയുടെ അമ്മയെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ കാർത്തിക അവിടെ നിന്ന് കയറി പോവുക കേട്ടോ. അപ്പോഴത്തേക്കും വിക്രം ആരാ മോൻ? വിക്രം പറയാണ്, അത് സാരമില്ല അച്ഛാ, അപ്പോൾ പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു വിവാഹബന്ധം വേർപെടുന്നൊന്നും ആദ്യത്തെ സംഭവമൊന്നുമല്ല, പക്ഷേ എന്ത് കാണിച്ചാണേലും അച്ഛനും കാർത്തിക ചേച്ചിയുടെ അമ്മയായിട്ടുള്ള വിവാഹം നടക്കണം, അല്ലെങ്കിലേ പ്രശ്നം എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും പ്രകാശം പറയുക, നീയാടാ എൻ്റെ പൊന്നുമോൻ, ഇതാ അമ്മ ഞാൻ ഇവനെ എൻ്റെ മകനായിട്ട് കൊണ്ടു നടക്കാൻ കാരണം, എൻ്റെ മനസ്സിന് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് പ്രകാശം വിക്രത്തിനെ കുറേ പൊക്കി പറയുക. എന്നിട്ട് പറയുകയാണ്, അത് നടക്കൂടാ മോനെ, അതെന്തായാലും നടക്കും, അതിപ്പം നമ്മളെക്കാളും വാശിയാ കാർത്തിക മോൾക്ക്, അതല്ലേ എന്നെ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത്, ഇനി എങ്ങനെയും ഒന്ന് നടന്ന് കിട്ടിയാൽ മതി എന്നിങ്ങനെ പറയുക കേട്ടോ എല്ലാവരും കൂടെ. പിന്നെ കാണിക്കുന്ന നമ്മുടെ പ്രകാശം പറയുക, കല്യാണം മുടങ്ങിയത് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഞാൻ അവരൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് നേരെ കിരണിൻ്റെയും കല്യാണിയുടെയും വീട്ടിൽ ചെല്ലുവാണ്. അവിടെ ചെല്ലുമ്പോൾ ദീപയോട് പറയുന്നുണ്ട്, നിൻ്റെ മകളുണ്ടല്ലോ, അവൾ ജീവിച്ചിരിക്കുമെന്ന് നീ ഓർക്കണ്ട, എൻ്റെ കല്യാണം മുടക്കിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോഴേക്കും ദീപയ്ക്കാണ്, തനിക്കെന്താടോ വട്ടായോ, അങ്ങനെ കല്യാണം മുടക്കിയത് എൻ്റെ മോളാണോ, തൻ്റെ ആദ്യത്തെ ഭാര്യയല്ലേ വന്ന് കേസ് കൊടുത്തേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ പ്രകാശം പറയാം, അതേടി അവൾ തന്നെയാണ് വന്ന് കേസ് കൊടുത്തേ, ഇത്രയും നാളും ഇല്ലാത്ത അവളിപ്പോൾ എവിടെ നിന്നാണ് പെട്ടെന്ന് പൊട്ടി മുളച്ചേ, നിൻ്റെ മകള് മരുമോനെയും കൊണ്ടും അമ്മായച്ചനെയും കൊണ്ടും പറഞ്ഞ് സ്വാധീനം ചെലുത്തി കൊണ്ടുവന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ കല്യാണിയെപ്പറ്റി ഓരോ കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ പ്രകാശൻ. അപ്പോഴത്തേക്കും ബൈജുവും പാറുമോളും കൂടെ പറയുവാണ് ദീപയോട്, ദീപേച്ചി ഇയാളുടെ രണ്ടാമത്തെ ഭാര്യയാണ്, ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് അറിയത്തില്ല എന്ന് പ്രകാശം പറയണം. ഇനിയും ഉണ്ടടാ, ഒന്നീ പിഴച്ച മൂന്നിൽ നിന്നാണല്ലോ, അത് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുക. ഇത് കേൾക്കുന്ന പാറുമോള് ചോദിക്കുന്നുണ്ട്, ഇപ്പം 50-ാമത്തെ വയസ്സിലല്ലേ മൂന്നാമത്തെ കല്യാണം, അപ്പം ഷഷ്ടി പൂർത്തി വരെ ഓരോ കല്യാണങ്ങളും ഉണ്ടായിരിക്കുമല്ലേ എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ പ്രകാശന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പ്രകാശം പറയുന്നുണ്ട്, ഞാൻ പലതും ചെയ്യും, നീ ഒന്നും
ഒന്നും കൂടുതൽ പറയണ്ട, നിൻ്റെ മകളോട് പ്രതീക്ഷിച്ചിരുന്നോളം പറ, അവക്കിട്ടുള്ളത് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് അവിടുന്ന് ദേഷ്യപ്പെട്ട് പ്രകാശൻ ഇറങ്ങിപ്പോവുക കേട്ടോ. നേരെ ചെല്ലുന്നത് രായപ്പണ്ണൻ്റെ അടുത്താണ്. രായപ്പണ്ണൻ പറയുന്നുണ്ട്, എന്നാലും എടാ പ്രകാശ, കല്യാണം മുടങ്ങിപ്പോയപ്പം എല്ലാവരേക്കാളും ടെൻഷൻ എനിക്കായിരുന്നു. ക്യാഷിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ആകെക്കൂടെ ഒരു ആവലാതി എന്ന് പറയും കേട്ടോ. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, 10 കോടിയാണ് ഷെയർ കിട്ടാൻ പോകുന്നത്, അത് നിങ്ങൾക്കറിയാലോ. ഇന്നലെ വരെ കല്യാണം നടക്കുമെന്ന് ഓർത്ത് നിങ്ങൾ കാണിച്ച സ്വഭാവമല്ലോ ഇപ്പോൾ കാണിക്കുന്നത്. കല്യാണം നടക്കുകയില്ലെന്ന് അറിഞ്ഞപ്പോഴേ നിങ്ങൾ പ്ലേറ്റ് മാറ്റി വെക്കുവാണോ? എന്തായാലും അതൊന്നും ഓർക്കണ്ട, എല്ലാം നടക്കും വലിയ താമസിക്കാതെ തന്നെ. ഇനി ഞാനത് 3 സ്റ്റാറിലൊന്നുമല്ല, 4 സ്റ്റാറിലോ 5 സ്റ്റാറിലോ നടത്തുള്ളൂ. അതെൻ്റെ ഒരു വാശിയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കാശും കൂടെ വേണ്ടി വരും. ഒരു 10 ലക്ഷം കൂടെ നിങ്ങൾ എവിടെന്നേലും ഒപ്പിച്ച് വെക്ക് എന്ന് പറയുമോ കേട്ടോ. അത് കേൾക്കുമ്പോൾ രായപ്പണ്ണൻ പറയുകയാണ്, അത് ഞാൻ ശരിയാക്കാം. കല്യാണത്തിൻ്റെ സമയത്ത് കുറച്ച് കുപ്പി എടുത്തായിരുന്നു, കല്യാണവും നടന്നില്ല, കുപ്പിയൊക്കെ വീട്ടിലിരിപ്പുണ്ട്. നീ വരുന്നുണ്ടോടാ പ്രകാശ, നമുക്ക് ഒരുമിച്ചിരുന്ന് അടിക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ പ്രകാശം പറയാം, തൽക്കാലം ഞാൻ വരുന്നൊന്നുമില്ല, വീട്ടിലൊന്ന് പോയി നല്ലപോലെ ഒന്ന് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഒന്നും ശരിയാവുമല്ല, ആകെ ഒരു ക്ഷീണമാണ് എന്ന് പറയുമോ. എന്നിട്ട് പറയാം, താൻ കാശെടുത്ത് വെച്ചേരെ, ഇനി ആർഭാടത്തിനൊരു കുറവും വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നാണം കെടുത്തിയവരുടെ മുമ്പിൽ അതിനും തലയെടുപ്പോടെ വേണം എനിക്കിനി കല്യാണം നടത്താമെന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് രായപ്പണ്ണിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്